ദൈവത്തിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഗാനങ്ങൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതിനുവേണ്ടി കൊയറിനെ ക്ഷണിക്കുന്നു. അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ പൊന്നുകം പ്രത്യാശയെന്നിൽ വർദ്ധിച്ചിടുന്നേ. അങ്ങു ചെന്നു കാണുവാൻ പ്രിയൻ പൊന്നുകം കേൾക്കാറായി തൻ കാഹളധ്വനി പോകാറായി ഈ പാപ്പനം വിട്ട് തേജസ്സേറും ദൂരെ. കേൾക്കാറായി തൻ കാഹളധ്വനി പോകാറായി ഈ പാപ്പനം വിട്ട് തേജസ്സേറും ദൂരെ. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു വിജയമെടുത്തു വിരുതു പ്രാപിപ്പാൻ. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു വിജയമെടുത്തു വിരുതു പ്രാപിപ്പാൻ. കേൾക്കാറായി തൻ കാഹളധ്വനി പോകാറായി ഈ പാപ്പനം വിട്ട് തേജസ്സേറും ദൂരെ. കേൾക്കാറായി തൻ കാഹളധ്വനി പോകാറായി ഈ പാപ്പനം വിട്ട് തേജസ്സേറും ദൂരെ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. സർവായുധങ്ങൾ ധരിച്ചിടുക, ദുഷ്ടനോട് എതിർത്തു നിന്നു വിജയം നേടുവാൻ. കേൾക്കാറായി തൻ കാഹളധ്വനി പോകാറായി ഈ പാപ്പനം വിട്ട് തേജസ്സേറും ദൂരെ. കേൾക്കാറായി തൻ കാഹളധ്വനി പോകാറായി ഈ പാപ്പനം വിട്ട് തേജസ്സേറും ദൂരെ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചു നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗ സിയോനിൽ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചു നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗ സിയോനിൽ. കേൾക്കാറായി തൻ കാഹളധ്വനി പോകാറായി ഈ പാപ്പനം വിട്ട് തേജസ്സേറും ദൂരെ. കേൾക്കാറായി തൻ കാഹളധ്വനി പോകാറായി ഈ പാപ്പനം വിട്ട് തേജസ്സേറും ദൂരെ. ആനന്ദമേ നിത്യാനന്ദമേ, കാന്തനോട് വാഴും കാലം എത്രയാനന്ദം. ആനന്ദമേ നിത്യാനന്ദമേ, കാന്തനോട് വാഴും കാലം എത്രയാനന്ദം. കേൾക്കാറായി തൻ കാഹളധ്വനി പോകാറായി ഈ പാപ്പനം വിട്ട് തേജസ്സേറും ദൂരെ. കേൾക്കാറായി തൻ കാഹളധ്വനി പോകാറായി ഈ പാപ്പനം വിട്ട് തേജസ്സേറും ദൂരെ. കേൾക്കാറായി തൻ കാഹളധ്വനി പോകാറായി ഈ പാപ്പനം വിട്ട് തേജസ്സേറും ദൂരെ. കേൾക്കാറായി തൻ കാഹളധ്വനി പോകാറായി ഈ പാപ്പനം വിട്ട് തേജസ്സേറും ദൂരെ. ഒരു പാട്ടിന്റെ അടികൾ കൂടെ ചേർന്ന് പാടി ദൈവത്തെ മാത്രം. യേശു
മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്നാം വേഗത്തിൽ വീടതേ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്നാം വേഗത്തിൽ വീടതേ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ കാലം യേശു വരാൻ കാലമായി, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം യേശു വരാൻ കാലമായി, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്നാം വേഗത്തിൽ വീടതേ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്നാം വേഗത്തിൽ വീടതേ, കാണുന്നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. മണവാളൻ നമ്മെ ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുവാൻ കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചെയ്യാം. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ക്രമീകരിച്ച ബൈബിൾ ക്ലാസിന്റെ 9ാം ദിവസം രാത്രിയിൽ നമുക്ക് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ചായിരിക്കാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ 8 ദിവസങ്ങളിലും കർത്താവിന്റെ ദാസനിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാനും ദൈവവചനത്തിനു മുമ്പിൽ നമ്മെ തന്നെ ശോധന ചെയ്യുവാനും സമർപ്പിപ്പാനും ദൈവം ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ രാത്രിയിൽ ദൈവവചനത്തിലൂടെ നാം കേട്ടത് വിശുദ്ധീകരണം എന്ന വിഷയത്തെ കുറിച്ചാണ്. ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരായിരിക്കുക. നമ്മുടെ കർത്താവ് വിശുദ്ധനായ ദൈവമാണ്. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. നമ്മെ തന്നെ ശോധന ചെയ്ത് വിശുദ്ധിയോടെ കർത്താവിന്റെ വരവിനായി നോക്കി പാർപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ചും നമ്മുടെ കർത്താവിന്റെ വരവ് വാതിക്കലായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ തിരുപാദപീഠത്തിൽ നമുക്കായിരിക്കാം. നമ്മുടെ പ്രത്യാശ ഈ ദിവസങ്ങളിൽ വർദ്ധിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വിയോ വർഗീസിനെ ദൈവ വചന പഠിപ്പിക്കാനായി ക്ഷണിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ഈ നല്ല രാത്രിയിലും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചതിനാൽ പരിശുദ്ധ തൃത്വത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവനും തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കി തൻ്റെ പിതാവായ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും സന്ധ്യാവന്ദനങ്ങളും ഏവർക്കും അറിയിക്കുന്നു. നമ്മുടെ ബൈബിൾ ക്ലാസ്സുകളുടെ ഈ 9ാമത്തെ സന്ധ്യ
നാം ദൈവത്തിന്റെ തിരുസന്നിധിയിൽ തിരുവെഴുത്തുകളുമായിട്ട് കടന്നു വരുന്നുവല്ലോ. ഞാൻ ഒരിടത്ത് വായിച്ച ഒരു പ്രസ്താവന ഇങ്ങനെയാണ്, ഞാൻ പലയിടത്തും അത് ഓർപ്പിച്ചിട്ടുണ്ട്. The word of God as the sword of the Spirit has equal effect upon sinner, saint and Satan. The word of God as the sword of the Spirit has equal effect upon sinner, saint and Satan. ദൈവത്തിന്റെ വചനം ആത്മാവിൻ വാൾ എന്ന നിലയ്ക്ക് ഒരു പാപിയോടും വിശുദ്ധനോടും സാത്താനോടും ഒരുപോലെ വ്യവഹരിക്കുന്നു. ദൈവവചനത്തിനൊരു വ്യവഹാരമുണ്ട്. പാപിയാണെങ്കിൽ അവന് പാപബോധം വരുത്തുവാനും അവനെ മാനസാന്തരത്തിലേക്ക് നടത്തുവാനും, ഒരു വിശുദ്ധനാണെങ്കിൽ അവനെ കൂടുതൽ വിശുദ്ധീകരിക്കുവാനും അവനെ കർത്താവിൽ വളർത്തിയെടുക്കുവാനും, സാത്താനോടാണെങ്കിൽ ആത്മാവിൻ്റെ വാൾ സാത്താനെതിരായിട്ട് ഒരു വിശുദ്ധന് ഉപയോഗിക്കുവാൻ കഴിയുന്ന ആക്രമണത്തിനുള്ള ആയുധമായിട്ട്. സ്തോത്രം. ഏതായാലും നമ്മളാരും സാത്താന്റെ ഗണത്തിൽപ്പെടുന്നവരല്ലാത്തത് കൊണ്ട് ആ മൂന്നാമത്തെ പ്രയോഗം നമുക്കുള്ളതല്ല. എന്നാൽ ആദ്യത്തേതിൽ രണ്ടിലൊന്നായിരിക്കുന്ന ജീവിതത്തിൽ പാപങ്ങൾ വെച്ചു പുലർത്തുന്ന, രഹസ്യ പാപങ്ങളിൽ ജീവിതം കഴിക്കുന്നവരാണെങ്കിൽ, ആരും അറിയാതെ തല്ലിപ്പൊത്തി പാപത്തെ താലോലിക്കുന്നവരും പാപത്തിൽ രസിക്കുന്നവരുമാണെങ്കിൽ, ഈ തിരുവെഴുത്തുകൾ നമുക്ക് പാപബോധം നൽകുവാനും മാനസാന്തരത്തിലേക്ക്, വീണ്ടും ജനനത്തിലേക്ക് നടത്തുവാനും പര്യാപ്തമാണ്. അല്ല, നാം വിശുദ്ധന്മാരാണെങ്കിൽ ഇതേ തിരുവെഴുത്ത് നമുക്ക് കൂടുതൽ ക്രിസ്തുവിൽ പ്രത്യാശ നൽകി വിശുദ്ധീകരണത്തിലേക്ക് നടത്തും. തിരുവചനത്താലുള്ള ശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ 2015 പഠിച്ചതാണല്ലോ. സ്തോത്രം. അവയിലേക്ക് ഞാൻ മടങ്ങിപ്പോകുന്നില്ല, ആവർത്തിക്കുന്നുമില്ല. ദൈവത്തിൻ്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നതും ശുദ്ധീകരിക്കുന്നതും ഒക്കെയാണ്. ആകയാൽ ദൈവവചനത്തിന് നമ്മോടുള്ള വ്യവഹാരം എന്തോ അത് ദൈവം നടത്തട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു, തുടക്കത്തിൽ തന്നെ ആശംസിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഏറെ ആശങ്കകളിലൂടെ ലോക ജനത, പ്രത്യേകിച്ച് മധ്യ പശ്ചിമേഷ്യ പൗരസ്ത്യദേശം കടന്നു പോകുന്നു. കർത്താവ് എല്ലാവരെയും സൂക്ഷിക്കട്ടെ. എന്തെല്ലാം സംഭവിച്ചാലും നമുക്ക് ഒരു ഉറപ്പുണ്ട്, എല്ലാം ദൈവത്തിൻ്റെ അനാദി നിർണയത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ആവർത്തിക്കുന്നു, നമ്മെക്കുറിച്ചുള്ള അല്ലെ നമുക്ക് വേണ്ടിയുള്ള വ്യക്തിപരമായ ആഗ്രഹങ്ങളെയോ ദൈവഹിതത്തെയോ കവിഞ്ഞ് ദൈവത്തിന് മറ്റൊരു പദ്ധതിയുണ്ട്. അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ അനാദി നിർണയം, ഇറ്റേണൽ പർപ്പസ് ഓഫ് ഗാഡ്. സ്തോത്രം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലാണ് പൗലോസ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അനാദി നിർണയം, നിത്യനിർണയം, ദ ഇറ്റേണൽ പർപ്പസ് ഓഫ് ഗാഡ്. സ്തോത്രം. ആ തിരുഹിതത്തിന്റെ മർമ്മം ക്രിസ്തുവേശുവിലൂടെ ദൈവം നമ്മെ അറിയിച്ചിരിക്കുന്നു. എഫേസ്യർ 1-ന്റെ 9-10 വാക്യങ്ങൾ. എഫേഷ്യൻസ്
1:9 and 10. The Lord God, the Father, has revealed the mystery of his will. The will recorded in 3:11 as the eternal purpose. സ്തോത്രം. അപ്പോൾ ദൈവഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചിരിക്കുന്നു. സ്തോത്രം. തിരുഹിതത്തിൻ്റെ മർമ്മം. So we know the mystery of his will. ലോകത്തിൽ ആർക്കും അത് അറിഞ്ഞുകൂടാ. സ്തോത്രം. ഒരു ലോക നേതാക്കന്മാർക്കും അറിഞ്ഞുകൂടാ. ഒരു രാഷ്ട്ര തലവന്മാർക്കും അറിഞ്ഞുകൂടാ. മതമേധാവികൾക്ക് അറിഞ്ഞുകൂടാ. ലോക താത്വികന്മാർക്ക് അറിഞ്ഞുകൂടാ. വേൾഡ് ഫിലോസഫേഴ്സിന്. സ്തോത്രം. എന്നാൽ പാവപ്പെട്ട നമുക്കറിയാം. സ്തോത്രം. വിദ്യാഭ്യാസമൊന്നും അതിന് വേണമെന്നില്ല. ബൈബിൾ സ്കൂൾ ഡിഗ്രി വേണമെന്നില്ല. ഒന്നും വേണ്ട. പണ്ട് മുതലുള്ള ഒരു തമാശ ചോദ്യമാണ്, കോഴിയാണോ ആദ്യം ഉണ്ടായത് അതോ മുട്ടയാണോ? കഴിഞ്ഞ ആഴ്ചയും ഒരു കേരളത്തിലെ വിരമിച്ച മൃഗഡോക്ടറോട് ഈ ചോദ്യം ചോദിക്കുന്നത് കേട്ടു. യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒരു TV ചാനലിൽ വന്ന ഇന്റർവ്യൂവിൽ ചോദിച്ചതാണ്. പണ്ട് മുതലേ ആൾക്കാർ ചോദിക്കാറുള്ള തമാശ ചോദ്യ. പക്ഷേ ഈ തമാശ ചോദ്യത്തിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ഡോളറുകൾ ചിലവഴിച്ച് ശാസ്ത്രലോകം മറുപടി കണ്ടെത്തി. ചില വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രം അതിന് ഉത്തരം പറഞ്ഞത് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. കോഴിയാണ് ആദ്യം ഉണ്ടായതെന്ന്. പത്രത്തിൽ വാർത്ത വന്നപ്പോൾ ഞാൻ ചിരിച്ചു. അതിനുശേഷം ഞാനൊരു ആദിവാസി ഗ്രാമത്തിൽ പോയി. ആദിവാസി ഗ്രാമം എന്ന് പറഞ്ഞാൽ ശരിക്ക് വസ്ത്രം പോലും ധരിക്കാത്ത മനുഷ്യരുള്ള വനമേഖലകളിൽ താമസിക്കുന്ന ഒരു സ്ഥലത്ത്. ഞാൻ അവിടെ പ്രസംഗിക്കുന്നതിനിടയിൽ അവരോട് ദൈവവചനമൊക്കെ പറയാൻ അല്പം പ്രയാസമാണ്. കാരണം ഗ്രഹിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ എവിടെയൊക്കെ ചെല്ലുകയാണെങ്കിൽ ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ പ്രസംഗിക്കാൻ ഇങ്ങ് തരും. ജനത്തിന് ഗ്രഹിക്കാൻ വേണ്ടതുപോലെ കഴിയാത്തത് കൊണ്ട് അത്രയൊക്കെ നേരം തുടർമാനമായി പ്രസംഗിക്കാൻ ചുമ്മാ നിന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ഇവർ ഗ്രഹിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അവരുടെ ശ്രദ്ധ ഒന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചോദ്യം അവരോട് ചോദിച്ചു, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന്. വായിൽ പല്ലുപോലും ഇല്ലാത്ത, അല്പം അരമറയ്ക്കാൻ വേണ്ടി മാത്രം വസ്ത്രം ധരിച്ചു വന്നിരിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും വരെ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അത് എന്തോ ഒരു ചോദ്യമാ പാസ്റ്റർ ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചെന്താ, അത് കോഴിയല്ലയോ ആദ്യം ഉണ്ടായതെന്ന്. സത്യത്തിൽ ഞാൻ അതിശയിച്ചു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ശാസ്ത്രലോകം കണ്ടെത്തിയ ഉത്തരം എത്ര നിസ്സാരമായിട്ടാ മനുഷ്യർ പറഞ്ഞത്. ഞാൻ അത്ഭുതപ്പെട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആര് പറഞ്ഞു? അപ്പൊ പറയുക, എന്റെ ഉപദേശി നിങ്ങളൊക്കെയല്ലേ ഞങ്ങളെ ഈ പ്രസംഗിച്ച് കേൾപ്പിക്കുന്ന, വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന്, ദൈവം ആദ്യം പറഞ്ഞെന്ന് പക്ഷികളൊക്കെ ഉണ്ടാകട്ടെ. അവർക്ക് അത്രയൊക്കെ അറിയാവൂ. പക്ഷികളൊക്കെ ഉണ്ടായി. എനിക്കന്നേരം ഉണ്ടായ സന്തോഷം, ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യം തെളിയിക്കാൻ വേണ്ടി ഞാൻ ഇത് പറഞ്ഞത് കേട്ടോ. ഞാൻ പറഞ്ഞത് ഇവർക്ക് വേറെ ഒന്നും അറിയില്ല.
പക്ഷേ ഈ സാധുക്കളായ മനുഷ്യരുടെ മനസ്സിൽ ദൈവം ഒരു വെളിപ്പാട് നൽകി ഈ ദൈവവചനത്തിൻ്റെ സത്യങ്ങളെപ്പറ്റി. ഇതുപോലെ നമ്മൾ ഒത്തിരി കലാലയ വിദ്യാഭ്യാസവും ഡിഗ്രിയും വേദപുസ്തക ഡിഗ്രികളും ഒന്നും ഉള്ളവരായിരിക്കില്ല. അതൊക്കെയുള്ള പലർക്കും ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അറിയാതിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ അനാദി നിർണയങ്ങൾ അവർക്ക് മറഞ്ഞിരിക്കുമ്പോൾ, ഈ പറയപ്പെട്ട യോഗ്യതകളൊന്നും ഇല്ലാത്ത ആ ഗ്രാമത്തിലെ വനവാസികളായ മനുഷ്യരെ പോലെ ഉള്ള എനിക്കും നിങ്ങൾക്കും ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യേശുക്രിസ്തു കണ്ണുനീർ വാർത്തു എന്ന വാക്യമാണ് ഏതാണ്ടൊക്കെ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും ഏറ്റവും ആദ്യം മനഃപ്പാഠമാക്കുന്ന വാക്യം. യേശു കണ്ണീർ വാർത്തു. ഇംഗ്ലീഷിലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്, ജീസസ് വെപ്റ്റ്. ശരിയുള്ളൂ. നമ്മൾ അത് വെച്ചുകൊണ്ട് ഒത്തിരി പ്രസംഗിക്കുകയും ചെയ്യും, ആൾക്കാരെ കണ്ണീരണിയിപ്പിക്കും, പുളകമണിയിപ്പിക്കും. എന്നാൽ യേശു സന്തോഷിച്ചതിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഓർമ്മ വരുന്നുണ്ടായിരിക്കും. ഒരു പ്രത്യേക ഭാഗമാണ് ലൂക്കോസ് 10:21. ലൂക്ക് 10:21. ആ നിമിഷത്തിൽ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്. എന്തുവാ യേശുവിനെ ഇത്രയും ആനന്ദിപ്പിച്ചത്? പിതാവിനോട് പറയുകയാണ്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ളവേ, നിനക്ക് ഇങ്ങനെ പ്രസാദമായല്ലോ. എങ്ങനെ? നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദൈവമർമ്മങ്ങൾ, ദൈവഹിതത്തിൻ്റെ മർമ്മം, ദ മിസ്റ്ററി ഓഫ് ഹിസ് വിൽ, ലോകത്തിലെ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറഞ്ഞിരിക്കുമ്പോൾ ശിശുക്കളെ പോലെ സാധുക്കളായ നമുക്ക് ആത്മാവിനാൽ വെളിപ്പെടുത്തി തന്നതിനായി യേശുക്രിസ്തു ആനന്ദിച്ച്, പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തതുപോലെ നാമും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായി തീരണം. ക്രിസ്തുവിനെ ആനന്ദിപ്പിച്ചത് തന്നെ നമ്മെയും ആനന്ദിപ്പിക്കണം. അതുകൊണ്ടാണ് അതിൻ്റെ 20-ാം വാക്യത്തിൽ യേശു പറഞ്ഞത്, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ തന്നെ സന്തോഷിപ്പീൻ. സ്തോത്രം. അപ്പോൾ നാം സന്തോഷിക്കുന്നത്, അതിനുള്ള വക കർത്താവ് നമുക്ക് തന്ന ഈ വെളിപ്പാടിലാണ്. സ്തോത്രം. ഈ വെളിപ്പാടില്ല. ഇത്രയും ഞാൻ പറഞ്ഞത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ താല്പര്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും പ്രവാചകന്മാർ പ്രവചിച്ച, നമ്മൾ ചിലപ്പോൾ വേദപുസ്തകത്തിൽ എഴുതി വെച്ച് കൈവച്ച് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്നതുമായ വിഷയങ്ങളുടെ നിറവേറലിനേക്കാൾ ദൈവത്തിന് പ്രധാനം ദൈവത്തിൻ്റെ അനാദി നിർണയങ്ങളുടെ നിറവേറലാണ്. അതിന് നാമും ദൈവത്തോടു കൂടെ, സ്തോത്രം, ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്നവരാകട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. നമ്മൾ പഠിക്കുന്ന വേദഭാഗത്തേക്ക് മടങ്ങി വരുന്നു. ഹൗ ടു പ്രിപ്പയർ ഫോർ ദ സൂൺ കമ്മിങ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശീഘ്രം നടക്കാൻ പോകുന്ന വരവിനായി നാം എങ്ങനെ ഒരുങ്ങണം? സ്തോത്രം. 1, 2, 3 എന്ന് എത്ര വരെ ആയെന്ന് എനിക്കറിയില്ല. നമ്മൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ ചിന്തിച്ചത് സമ്പൂർണമായ വിശുദ്ധീകരണവും. സ്തോത്രം.
പൗലോസ്ലീഹ 1 തെസലോനിക്കർ 5:23 പറഞ്ഞതുപോലെ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് നമ്മൾ മുഴുവനുമായ ശുദ്ധീകരണം എന്ന് പറഞ്ഞത്. പിന്നെ ആ മുഴുവനും എന്നതിൻ്റെ അർത്ഥം ആത്മാവും പ്രാണനും ദേഹവും ഒരുപോലെ അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വരവിൽ നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും ഒരുപോലെ അനിന്യമായി വെളിപ്പെടണം. ക്രിസ്ത്യൻ സാൽവേഷൻ ഈസ് എ ഹോളിസ്റ്റിക് സാൽവേഷൻ. ക്രിസ്തീയ രക്ഷ ഒരു പരിപൂർണ രക്ഷയാണ്, സമ്പൂർണ രക്ഷയാണ്. ആ സമ്പൂർണ രക്ഷ എന്ന് പറഞ്ഞാൽ ആത്മാവും പ്രാണനും ദേഹവും ഉൾപ്പെടുന്ന സമ്പൂർണ്ണ ആളത്വത്തിൻ്റെ രക്ഷയാണത്. സ്തോത്രം. കേവലം ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ മാത്രമല്ല, ആത്മാവിൻ്റെ മാത്രമല്ല, പ്രാണന്റെ രക്ഷ മാത്രമല്ല, ദേഹത്തിൻ്റെ രക്ഷ മാത്രമല്ല, ഇതിന് മൂന്നിനും രക്ഷ വേണം. സ്തോത്രം. യേശുക്രിസ്തു അതിനുവേണ്ടിയാണ് തൻ്റെ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത്. അതിനുവേണ്ടിയാണ് യേശുക്രിസ്തു ജഡം ധരിച്ച് ഭൂമിയിൽ വന്നത്. ജഡം ധരിച്ച് ഭൂമിയിൽ വരാതെയും ദൈവത്തിന് ഈ രക്ഷ നൽകുവാൻ കഴിയുമായിരുന്നു. എന്നാൽ സമ്പൂർണമായ രക്ഷ യേശുക്രിസ്തുവിലൂടെ സാധ്യമാക്കി തീർക്കുന്നതിനാണ് ക്രിസ്തു ജഡം ധരിച്ച് ഭൂമിയിൽ വന്നതും ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതും ജഡത്തിൽ മരണം ആസ്വദിച്ചതും. എന്തൊരു പ്രയോഗ! മരണം ആസ്വദിച്ചു. സ്തോത്രം. He tasted death in his body. മരണം ആസ്വദിച്ചു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ റോമർ 8:23 പറഞ്ഞത്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി വാഞ്ചിച്ച് കാംക്ഷിച്ച് ദാഹിച്ച് കാത്തിരിക്കുകയാണ്, ഈറ്റുനോവോടിരിക്കുകയാണ്. സ്തോത്രം. സമയം അനുവദിക്കുന്നുവെങ്കിൽ നമുക്കൊടുവിൽ അതേക്കുറിച്ച് അല്പമായിട്ട് കാണാം. ഉൽപ്രാപണത്തിൻ്റെ ഉദ്ദേശമെന്ത് എന്നും കൂടെ എങ്കിലും പറയണം എന്നെനിക്കുണ്ട്. ഞാനത് പറഞ്ഞിരുന്നല്ലോ. കർത്താവിൻ്റെ വരവുമായുള്ള ബന്ധത്തിൽ 2 കാര്യങ്ങൾ കൂടെയെങ്കിലും പങ്കുവയ്ക്കണമെന്നെനിക്കുണ്ട്. അത് ഏറ്റവും ഒടുവിലാകാം എന്ന് ഞാൻ കരുതിയാണ് ഇടയിൽ നമ്മുടെ ഈ വിഷയത്തിൻ്റെ 2ാം ഭാഗത്തേക്ക് പ്രവേശിച്ചത്. ഉൽപ്രാപണത്തെ സംബന്ധിക്കുന്ന 2 കാര്യങ്ങൾ, ഉദ്ദേശവും അതെങ്ങനെയെന്നുള്ളതും പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് പിന്നീടാകാം. അപ്പോൾ നാം കാത്തിരിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായി. അപ്പോഴാണ് പൂർണ്ണമായും നമ്മെ രക്ഷിക്കുക എന്ന എബ്രായർ 7:25 അന്വർത്ഥമാകുക. സ്തോത്രം. താൻ മുഖാന്തരം പിതാവായ ദൈവത്തോടടുക്കുന്ന എല്ലാവർക്കും വേണ്ടി സദാ പക്ഷപാതം ചെയ്യുവാൻ ജീവിക്കുന്നവനാകയാൽ നമ്മെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ ശക്തൻ അഥവാ മതിയാകുന്നവൻ. പൂർണ്ണമായും രക്ഷിപ്പാൻ. സ്തോത്രം. സേവിങ് അസ് ഫുള്ളി, നമ്മെ പൂർണ്ണമായും രക്ഷിക്കുക. പൂർണ്ണ രക്ഷ, കംപ്ലീറ്റ് പെർഫെക്റ്റ് ഫുൾ സാൽവേഷൻ. സ്തോത്രം. ഭാഗികമായിട്ടുള്ള രക്ഷയല്ല, പൂർണ്ണ രക്ഷയാണ് ക്രിസ്തുവിലൂടെ
നമുക്ക് സ്വായത്തമാകുന്നത്. അതിനുവേണ്ടിയാണ് നാം ഇന്നലെ പഠിച്ചത്. സ്തോത്രം. മുഴുവനുമായ ശുദ്ധീകരണം, നമ്മുടെ സമ്പൂർണമായ സ്തോത്രം അനിന്യമായി വെളിപ്പെടുന്ന അവസ്ഥ. സ്തോത്രം. വിവരിപ്പാൻ ഇനിയും ഉണ്ടെങ്കിലും സമയം അനുവദിക്കുന്നില്ല. അടുത്തതിലേക്ക് നമുക്ക് പോകാം. സ്തോത്രം. നെക്സ്റ്റ് പ്രിപ്പറേഷൻ. സ്തോത്രം. ഇന്നലെ നമ്മൾ വായിച്ച പത്രോസ് അപ്പോസ്തലന്റെ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിലെ വാക്യം തന്നെ നാം അവിടെയും ഇന്നും കൂടെ നോക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ 10 മുതൽക്കുള്ള 10, 11, 12 വാക്യങ്ങളിലാണ് നാം കാണുന്നത്. പ്രത്യേകിച്ച് 11-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 Peter 3:11. ഇങ്ങനെ ഇവയൊക്കെയും അഴിയുവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടൊഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായിരിക്കണം. ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. ഹേസൻ ഹിസ് കമ്മിങ്. കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുക. സ്തോത്രം. ഹേസനിങ് ഹിസ് കമ്മിങ്. ക്രിസ്തു വരുമെന്ന് നമ്മൾ അറിയുന്നു, വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ചിലപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്കോ റെയിൽവേ സ്റ്റേഷനിലേക്കോ ഒക്കെ യാത്ര ചെയ്യാൻ പുറപ്പെടുമ്പോൾ റിസർവേഷനൊക്കെ ചെയ്തു, ബാക്കി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. പക്ഷേ നമുക്ക് സമയത്തെത്താൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കും, കർത്താവേ ഫ്ലൈറ്റ് ഒന്ന് ലേറ്റ് ആകണേ, ട്രെയിൻ ഒന്ന് ലേറ്റ് ആകണേ. എന്നാൽ നമ്മൾ ഒരുങ്ങി നേരത്തെ തന്നെ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ എത്താൻ കഴിഞ്ഞെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഫ്ലൈറ്റ് അല്ലെ ട്രെയിൻ നേരത്തെ ഇങ്ങ് വരണമെന്ന്. നമ്മുടെയൊക്കെ യാത്രയിലെ ദൈനംദിനമായ അനുഭവമാണിത്. സ്തോത്രം. ചിലപ്പോൾ ഒരു ടാക്സി ആയിരിക്കും നമ്മൾ ബുക്ക് ചെയ്തത്. നേരത്തെ റെഡി ആയെങ്കിൽ ചിലപ്പോൾ വിളിച്ചു പറയാം, ഞാൻ തയ്യാറാകാം കേട്ടോ, പോരുന്നെങ്കിൽ പോരെ. നമ്മൾ ബന്ധപ്പെടുത്തുക. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ബുക്ക് ചെയ്തു. ചിലപ്പോൾ നമ്മുടെ ഒരു സഭായോഗം കഴിഞ്ഞിട്ട് ഒരു സ്നേഹവിരുന്ന്, ഒരു ലവ് ഫീസ്റ്റ്, ഭക്ഷണം ഒരു റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അവർ നമുക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് തരാമെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടത് 1 മണിക്കായിരിക്കും. പക്ഷെ നേരത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കും, അല്പം കൂടെ നേരത്തെ ഞങ്ങളങ്ങ് വരട്ടെ, ഇങ്ങെത്തിക്കുമോ, എന്തായി? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും, ബന്ധപ്പെടുത്തുകയാണ് അവരെ. നമ്മുടെ കർത്താവായ യേശു വരുമെന്ന് നാം അറിയുന്നു, വരണമെന്ന് നാം ആഗ്രഹിക്കുന്നു, കൂടെ പോകണമെന്നും നമുക്ക് താല്പര്യമുണ്ട്. എന്നാൽ ഇവിടെ പത്രോസ് പറയുന്നു, ഈ ലോകവും അതിലുള്ള പണികളുമെല്ലാം വെന്തുരുകുവാൻ ഉള്ളതായിരിക്കയാൽ, ക്രിസ്തുവിൻ്റെ വരവും ഉറപ്പുള്ളതായിരിക്കയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം. അവിടെ 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം കർത്താവിൻ്റെ വരവിനെ
ബന്ധപ്പെടുത്തണം. ഇന്നലെ നമ്മൾ ചിന്തിച്ചതിനോട് ചേർത്ത് വെച്ച് വേഗം പറഞ്ഞു പോകാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതിനെ വിട്ടിട്ട് ഇതിലേക്ക് വന്നത്. ഹേസൺ ഹിസ് കമ്മിങ്, കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുക. സ്തോത്രം. ഇത് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നവരിൽ ഉണ്ടാകേണ്ട തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നത്. എങ്ങനെയാണ് കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നത്? സ്തോത്രം. ഹൗ ക്യാൻ വി ഹേസൺ ഹിസ് കമ്മിങ്? സ്തോത്രം. പ്രധാനമായും 2-3 കാര്യങ്ങളിലൂടെയാണ് നമുക്ക് കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്താൻ സാധിക്കുക. അതിലൊന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. എന്താ? വ്യക്തിപരമായി വിശുദ്ധീകരണത്തിൽ വളരുക. ഗ്രോ ഇൻ പേഴ്സണൽ സാങ്ക്ടിഫിക്കേഷൻ. May the Lord complete his work in us. ദൈവം നമ്മിൽ തൻ്റെ പണി പൂർത്തീകരിക്കുവാനായി നാം വിട്ടുകൊടുക്കുക. സ്തോത്രം. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു രോഗി പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നേ, പക്ഷേ മെഡിക്കൽ ടീമിനോട് ആ രോഗി വേണ്ടതുപോലെ സഹകരിക്കുന്നില്ലെങ്കിൽ ഡോക്ടറും നഴ്സസും വീട്ടുകാരുൾപ്പെടെ ഉള്ളവർ ഈ രോഗിയോട് എന്ത് പറയും? മരുന്ന് കഴിച്ചില്ലെങ്കിൽ, പഥ്യം നോക്കിയില്ലെങ്കിൽ, ഡോക്ടർ പറയുന്നത് പോലെയൊക്കെ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ പോകാനൊക്കത്തില്ല. ഒരു മുറിവുണ്ട്, ഞെക്കി കഴുകുന്ന സമയത്ത് അനുവദിക്കാതെ നിലവിളിക്കുകയും ആ മുറിവുള്ള ശരീരാവയം വലിച്ചു മാറ്റുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പറയും, ഈ പഴുപ്പ് മുഴുവനും പോയി മുറിവ് ഉണങ്ങാതെ ഇവിടുന്ന് വിടത്തില്ല. അപ്പോൾ പെട്ടെന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം ഈ രോഗി? ആ മെഡിക്കൽ ടീമിനോട് പൂർണ്ണമായും സഹകരിക്കണം. അവർക്ക് ഈ രോഗിയിൽ ചിലതൊക്കെ ചെയ്യാനുണ്ട്. ചിലപ്പോൾ ഓപ്പറേഷൻ കാണും, ചിലപ്പോൾ ചില ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ഞെക്കിക്കഴുകേണ്ടതായിട്ട് വരും, ചിലപ്പോൾ പ്രത്യേക ഉപകരണങ്ങളൊക്കെ ഇട്ട് ആ മുറിവിനകത്തിട്ടൊന്ന് ചുഴറ്റി പഴുപ്പൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. ഒക്കെ ചെയ്യും. വേദനയുണ്ട്, പ്രയാസമുണ്ട്, ഇഷ്ടമുള്ളത് ചിലപ്പോൾ കഴിക്കാൻ തരാതിരിക്കും. ഇതൊക്കെ ചെയ്യും. ഈ വിഷയങ്ങളിലെല്ലാം മെഡിക്കൽ ടീമിനോട് ഈ രോഗി സഹകരിച്ചെങ്കിലേ ഈ മെഡിക്കൽ ടീം ഉദ്ദേശിക്കുന്ന, ഈ ഡോക്ടർ ഉദ്ദേശിക്കുന്ന, ഈ രോഗിക്ക് ആവശ്യമായ ആരോഗ്യം വരികയുള്ളൂ. എങ്കിലേ രോഗിയെ വീട്ടിൽ വിടൂ. ഇതുപോലെ നമ്മുടെ കർത്താവ് വരയണമെങ്കിൽ, സ്തോത്രം, കർത്താവിനോട് കൂടെ നാം പോകണമെങ്കിൽ നാം അവൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നതിൻ്റെ ആദ്യ പടിയാണ് നമ്മിൽ ഈ ശുദ്ധീകരണ പ്രക്രിയ ചെയ്യുന്ന ദൈവത്തോട്, ദൈവവചനത്തോട്, പരിശുദ്ധാത്മാവിനോട് നാം പൂർണ്ണമായും സഹകരിക്കുക. കോപ്പറേറ്റിംഗ് fully with the divine team, to God, to Christ, to the Holy Spirit, to the Word of God, even to the chastenings. ത്രിയേക ദൈവത്തോട്, നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവവചനത്തോട്, നമ്മെ ശുദ്ധീകരിപ്പാൻ ദൈവം ഉപയോഗിക്കുന്ന ബാലശിക്ഷകളോട് പോലും
നാം പൂർണ്ണമായും സഹകരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി നമ്മിൽ വരുവാനായി, നമ്മിൽ ദൈവം ആഗ്രഹിക്കുന്ന പണി നിവർത്തിക്കുവാനായി നാം ഏൽപ്പിക്കുന്നതിലൂടെയാണ് കർത്താവിൻ്റെ വരവിനെ നമ്മൾ ബന്ധപ്പെടുത്തുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മിൽ പണിയാൻ തുടങ്ങുന്ന കർത്താവിൻ്റെ കൈക്ക് പിടിക്കും. ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്ന സിസ്റ്ററിൻ്റെ കൈക്ക് പിടിക്കും, കൈ തട്ടി മാറ്റും. മരുന്ന് തരാൻ വരുന്നവരെ ചീത്ത വിളിച്ചോടിക്കും. ചില രോഗികളൊക്കെ കയ്യും കാലും അനക്കാൻ വയ്യായെങ്കിൽ ഡോക്ടേഴ്സിനെ സിസ്റ്റേഴ്സിനെ ഒക്കെ തുപ്പുന്നത് കണ്ടിട്ടുണ്ട്. എങ്ങനായാലും ശരി, ഇവരെ മാറ്റി നിർത്തുക അരുത്. നമുക്ക് വേദനയാണെങ്കിലും നമ്മിലുള്ള ദൈവത്തിൻ്റെ പണി പൂർത്തീകരിപ്പാൻ നാം പൂർണ്ണമായും ദൈവത്തെ അനുവദിക്കുക. ഞാൻ ഉത്തർപ്രദേശിൽ ശുശ്രൂഷിക്കുന്ന സമയം കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് താമസം. ഞാൻ യോഗങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ, തിരികെ വരുമ്പോൾ 11 മണിയെങ്കിലും ആകും. അന്ന് സൈക്കിളാണുള്ളത്. ഓഫീസ് മേടിച്ച് തന്ന സൈക്കിളാണ്, എൻ്റെ സ്വന്തമല്ല. വാടക വീട്ടിലെ താമസം. ഞങ്ങളുടെ വീടിൻ്റെ ഉടമസ്ഥർ അന്ന് എനിക്ക് തോന്നുന്നു 10-80 വയസ്സിന് മുകളിലുള്ള ഒരു അപ്പച്ചനും അമ്മച്ചി, ഒരു പഞ്ചാബി അപ്പച്ചനും അമ്മച്ചിയാണ്. പൊതുവെ അവരൊക്കെ വളരെ സന്ധ്യയ്ക്ക് ആഹാരം കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങും, രാവിലെ എഴുന്നേക്കും. ഞാൻ രാത്രി വരുമ്പോഴത്തേക്കിനും എല്ലാം ലേറ്റ് ആകും. സൈക്കിള് റോഡിൽ, കർത്താവേ, ഇത് ചർച്ചിൻ്റെ ഓഫീസിൽ നിന്ന് സൈക്കിളാ, ആരും മോഷ്ടിച്ചുകൊണ്ട് പോകല്ലേ, മോഷ്ടിച്ചുകൊണ്ട് പോയാൽ തിരിച്ച് മേടിച്ചെണ്ണം വെക്കാനുള്ള കാശ് നമുക്കില്ല അന്നത്തെ സമയത്ത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇത് റോഡ് സൈഡിൽ വെച്ചിട്ട് മതിൽ ചാടിയാ ഞാൻ അകത്ത് പോകുന്നത്. ഞാൻ ഈ വീട്ടുകാരത്തി അമ്മച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒടുവിൽ അമ്മച്ചി ഒരു ലോക്ക് എനിക്കെടുത്ത് തന്നു. എന്നിട്ട് പറഞ്ഞു, ഫാദർ, ഇതും കൊണ്ട് പോയി ഡ്യൂപ്ലിക്കേറ്റ് 2 താക്കോൽ ഉണ്ടാക്കി. ഇതിന് താക്കോലില്ല, താക്കോൽ ഇവിടെ നഷ്ടപ്പെട്ടതാ. 2 താക്കോൽ ഉണ്ടാക്കിക്ക്, താക്കോൽ ഉണ്ടാക്കിക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം. പക്ഷേ പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിയും ഇതും കൊണ്ട് പോകാൻ ഒക്കത്തില്ല. ഇവർ ഗേറ്റ് പൂട്ടും, ഇവർ ഉറങ്ങുന്നതിന് മുമ്പ് ഗേറ്റ് പൂട്ടും. അതുകൊണ്ടാ സംഭവം. എന്നിട്ട് ഇനിയും ഒരു താക്കോല് നീ വെച്ചു, ഒരു താക്കോൽ എനിക്കും തന്നേരം. അപ്പം നീ ഇനിയിപ്പോൾ ഏത് ലേറ്റായിട്ട് വന്നാലും ശരി, ഇത് തുറന്ന് നിനക്കകത്ത് കയറാമല്ലോ. ഭയങ്കര സന്തോഷമായി. ഞാനൊരു ദിവസം എൻ്റെ തോൾ സഞ്ചിയൊക്കെ ഇട്ട് അതിനകത്ത് ഈ താഴുമൊക്കെ ഇട്ട് വലിയ കാര്യത്തെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കുന്നവരുടെ അടുക്കൽ ചെന്നു, കാര്യം പറഞ്ഞു. 15 രൂപയാണെന്ന് എൻ്റെ ഓർമ്മ. 15 രൂപയ്ക്ക് 2 ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കി തരാം. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഏതായാലും പറഞ്ഞൊപ്പിച്ചു. സന്തോഷത്തോടെ ഞാനിങ്ങനെ പുഞ്ചിരിയോടെ താക്കോൽ ഉണ്ടാക്കുന്നത് നോക്കി നിൽക്കാൻ നേരം ഈ താഴ്, ഈ മനുഷ്യൻ, അയാളുടെ ഒരു ഡിവൈസ് ഉണ്ട്, ഒരു ഉപകരണമുണ്ട്, വൈസ് എന്ന് പറയുന്നൊരു ഉപകരണ, അതേലോട്ട് ഘടിപ്പിച്ചിട്ട് പതിയെ അരമെടുത്ത് 2-3 ഒരേ ഉരച്ചപ്പോഴത്തേക്കിന് ഞാൻ കൈക്ക് പിടിച്ചു. ഞാൻ ചോദിച്ചു, താൻ എന്തായി കാണിക്കുന്നേ? ഈ ലോക്ക് ഞാൻ തുറക്കാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ലോക്ക് തുറക്കാനല്ല, താക്കോൽ ഉണ്ടാക്കാനാ പറഞ്ഞു. അയാൾ പറഞ്ഞു, ഈ ലോക്ക് തുറക്കാതെ ഇതിനകത്തെ ലിവർ എനിക്ക് അറിയാൻ ഒക്കത്തില്ല, അതുകൊണ്ട് ഇത് തുറന്ന് ഇതിൻ്റെ ലിവർ നോക്കി ഞാൻ താക്കോൽ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നിനക്ക് ഈ ലോക്ക് വീണ്ടും അടച്ച് ഭദ്രമാക്കി തരും.
ഞാൻ സമ്മതിച്ചില്ല. ഞാൻ കൈക്ക് പിടിച്ചു, നിർബന്ധിച്ചു, ഞാൻ വിട്ടുകൊടുത്തില്ല. എന്നാ പറഞ്ഞു, എന്നാ ഇന്ന് കൊണ്ടുപോ സാറേ, ഇത് തുറക്കാതെ താക്കോൽ ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല. ഇതുപോലെയുള്ള 5-6 പേര് അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇവരുടെ എല്ലാവരുടെയും അടുക്കൽ ഈ താഴും കൊണ്ട് ചെന്നു. എല്ലാവരും ഇങ്ങനെ തന്നെ പ്രതികരിച്ചു. ഞാൻ ആരെയും അനുവദിച്ചില്ല. ഞാൻ ഈ താഴും വാങ്ങി, 2-3 ഒരേ ഉരച്ച താഴും വാങ്ങി കീശയിലിട്ട് തിരികെ സൈക്കിൾ ചവിട്ടി നിരാശയോടെ ഒരു കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ചോദിച്ചു, എന്താ മോനെ ഒരു വൈക്ലഭ്യം? ഞാൻ പറഞ്ഞു, വലിയ സന്തോഷത്തോടാണ് ഞാൻ ഇന്ന് വന്നത്. ഇന്നെങ്കിലും സൈക്കിൾ റോഡിൽ വെക്കാതെ ഗേറ്റ് തുറന്ന് അകത്ത് കയറാമല്ലോ. നിങ്ങൾക്കറിയാം, ഞാൻ ഇടുന്ന വസ്ത്രം ഈ ഗേറ്റിൻ്റെ മണ്ടയ്ക്ക് കൂടെ ചാടുമ്പോൾ ഗേറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ കൂർത്തിരിക്കുന്ന കമ്പിയിൽ എൻ്റെ കുർത്ത കുരുങ്ങി 2-3 കൂർത്ത കീറിയിട്ടുണ്ട്. അപ്പൊ ഇനി അതൊന്നും ഇല്ലാതെ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ താക്കോൽ ഉണ്ടാക്കാൻ പറ്റാഞ്ഞത് കൊണ്ടുള്ള ഒരു പ്രയാസമാണ് കർത്താവ് എന്നിങ്ങനെ പറഞ്ഞപ്പം കർത്താവ് ചോദിച്ചു, എന്താ താക്കോൽ ഉണ്ടാക്കാൻ പറ്റാഞ്ഞത്? അവര് ഒക്കത്തില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഒക്കും. നിന്റെ കയ്യിൽ കാശില്ലായിരുന്നു? ഉണ്ട്. എനിക്ക് കാശ് കൊടുക്കണ്ട, നമ്മുടെ ഹൗസ് ഓണർ അമ്മച്ചി തന്നോളും പൈസ. 15-20 എത്ര എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, പൈസ തരും. അപ്പൊ നിന്റെ കാശുണ്ടായിരുന്നു, നിനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അയാൾ ഉണ്ടാക്കി തരാൻ തയ്യാറായിരുന്നു. പിന്നെ എന്താ താക്കോൽ ഉണ്ടാക്കാഞ്ഞത്? ഞാൻ അനുവദിച്ചില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ, ഇത് തന്നെയാണ് നിങ്ങൾ എന്നോടും ചെയ്യുന്ന പരിപാടി. എന്നെ ശുദ്ധീകരിക്കണേ, എന്നെ ശക്തീകരിക്കണേ, എന്നെ ഇന്ന പോലാക്കണേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് പതിയെ നിങ്ങളെ പണിയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇതുപോലെ എൻ്റെ കൈക്ക് പിടിക്കും. വേണ്ട, ഇങ്ങനെ പണിയണ്ടെന്ന്. പറ്റത്തില്ല, നിങ്ങൾ പറയുന്നത് പോലെ എനിക്ക് നിങ്ങളെ പണിയാൻ പറ്റില്ല. കർത്താവിനോട് പറഞ്ഞു. ഞാൻ ഇന്നെന്ന പോലെ ആ സംഭവം ഓർക്കുന്നു. എത്രയോ പ്രാവശ്യം ദൈവം നമ്മെ പണിയാൻ തുടങ്ങിയതാ, അല്ലേ? സ്തോത്രം. പക്ഷേ നാം നമ്മുടെ കർത്താവിൻ്റെ കൈക്ക് പിടിച്ചു. അല്ല, ഇങ്ങനെ പണിയാൻ ഒക്കത്തില്ല, ഇങ്ങനെ പണിയാൻ ഒക്കത്തില്ല. നമ്മൾ പറയുന്നത് പോലെ പണിയണമെന്ന്. അതങ്ങ് ഹോട്ടലിൽ നടക്കും, ആശുപത്രിയിൽ നടക്കത്തില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? നമ്മൾ പറയുന്നത് പോലെയുള്ള ചേരുവകൾ ചേർത്ത് ആഹാരം ഉണ്ടാക്കി തരും ഹോട്ടലുകാര്. നമ്മൾ പറയുന്ന ഡിഷ് ഉണ്ടാക്കി തരും, പറയുന്നത് പോലെ എരി കുറച്ച്, തേങ്ങാപ്പാൽ കൂട്ടി, വെള്ളം കുറച്ച്, പാല് കൂട്ടി, മധുരം ഇട്ടൊരു കാപ്പി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? നമ്മൾ പറയുന്നത് പോലെ ഹോട്ടലുകാരുണ്ടാക്കി തരും. എന്നാൽ ഡോക്ടറോ? രോഗി പറയുന്നത് പോലെ ചികിത്സിക്കാൻ ഡോക്ടറെ കിട്ടത്തില്ല, ഷെഫിനെ കിട്ടും. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടല്ലോ? സ്തോത്രം. ദൈവത്തെ നമ്മൾ ഇതിൽ ആരായിട്ടാ കാണുന്നേ? ഒരു റെസ്റ്റോറൻറ്റിലെ ഷെഫായിട്ടാണോ? അതോ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഒരു വിദഗ്ധ ഡോക്ടറായിട്ടാണോ? സ്തോത്രം. നമ്മൾ പലപ്പോഴും ദൈവസഭയെയും ആത്മീയ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിനെയും ഒക്കെ ഹോട്ടൽ പോലെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇല്ല, ദൈവസന്നിധിയിൽ അത് വിലപ്പോവില്ല. സ്തോത്രം. എന്നെ ഇന്നിന്ന പോലൊക്കെ ചികിത്സിക്കണം, എനിക്ക് ഇന്ന മരുന്ന് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നാൽ അപ്പോഴേ ഡോക്ടർ പറയും നിങ്ങൾക്ക് പോകാം. അവിടെ ഇരിക്കാൻ പോലും അനുവദിക്കില്ല. കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തണമെങ്കിൽ
ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മിൽ പണിയുന്ന പണി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പണിത് നിവർത്തിക്കുവാൻ, പണിത് പൂർത്തീകരിക്കുവാൻ നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തുക എന്നുള്ളതാണ്. സ്തോത്രം. വിശുദ്ധീകരണത്തിൽ നാം തികഞ്ഞവരായി തീരണം. സ്തോത്രം. 2 കൊരിന്ത്യർ 7:1 നമുക്ക് പരിചിതമായിരിക്കും. 2 Corinthians 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് വരിക. എന്ത് ചെയ്യാനാ? ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷങ്ങളും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പെർഫെക്റ്റ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗാഡ്. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. സ്തോത്രം. വ്യക്തിപരമായ വിശുദ്ധീകരണത്തിൽ വളർന്ന് ദൈവം നമ്മിൽ പണിയാൻ, ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തി തികയ്ക്കുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിക്കുന്നതിലൂടെ നമ്മുടെ കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. നാം അങ്ങനെ ഓരോ നിമിഷവും വിശുദ്ധിയിൽ തികവ് പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പണിക്ക് പൂർണ്ണമായും വിധേയപ്പെട്ടവരാണോ? സ്തോത്രം. ഞാൻ ആ താഴ് ശരിയാക്കാൻ തൻ്റെ ഉപകരണത്തിൽ വെച്ച് അരം കൊണ്ട് ഉരയ്ക്കാൻ തുടങ്ങിയ ജോലിക്കാരൻ്റെ കൈക്ക് പിടിച്ചതുപോലെ കർത്താവിനെ വിലക്കരുത്. പകരം നാം പൂർണ്ണമായും കർത്താവിൻ്റെ വേലയ്ക്ക്, കർത്താവിൻ്റെ പ്രവൃത്തിക്കായി നമ്മെ വിട്ടുകൊടുക്കുക. സ്തോത്രം. മറ്റൊരിക്കൽ ഞാൻ ഇഷ്ടപ്പെട്ട് കണ്ട് മേടിച്ച ഒരു തുണിയുമായി എൻ്റെ തയ്യക്കാരൻ്റെ കടയിൽ ചെന്നു. പരിചയമുള്ള തയ്യക്കാരനാ, സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കിത് അത്യാവശ്യമായിട്ട് എമർജൻസിയാ, വേണം, തരാം. ഞാൻ പറഞ്ഞു, എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പണി തുടങ്ങുക. എൻ്റെ അളവൊക്കെ എടുത്തിട്ട് എൻ്റെ മുൻപിൽ വെച്ച് തന്നെ അയാൾ ആ തുണി തൻ്റെ മേശപ്പുറത്ത് വിരിച്ചിട്ടു. അളന്നിട്ട് നിറമുള്ള ചോക്കും കൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ തുണിയിൽ വരയ്ക്കാനും അടയാളപ്പെടുത്താനും തുടങ്ങി. ഞാൻ അയാളുടെ കയ്യെ തടഞ്ഞില്ല. പകരം എനിക്ക് സന്തോഷം തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ മൂർച്ചയുള്ള കത്രിക കൊണ്ട് ഇയാൾ ഞാൻ ചോദിച്ച വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന ഇഷ്ടപ്പെട്ട തുണിയെ മുറിക്കാൻ തുടങ്ങി. ഞാൻ തയ്യക്കാരനെ തടഞ്ഞില്ല. ചില കഷ്ണങ്ങൾ അയാൾ മുറിച്ചിട്ട് പുറം കൈ കൊണ്ട് തട്ടി താഴെയിട്ടു. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ ആ തുണിക്കഷണത്തിൽ ചവിട്ടിയാണ് അയാൾ പോയത്. എനിക്ക് വിഷമം തോന്നിയില്ല. ഞാൻ അങ്ങനെ നോക്കി നിൽക്കെ കർത്താവിനോട് ചോദിച്ചു, മോനെ, നീ ഇഷ്ടപ്പെട്ട് വാങ്ങിയ തുണി ഈ തയ്യക്കാരൻ അതിൽ അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടും കുത്തി വരച്ചിട്ടും കത്രിക കൊണ്ട് മുറിച്ച് ചില കഷണങ്ങൾ പുറം കൈ കൊണ്ട് തള്ളിക്കളഞ്ഞിട്ടും തട്ടിക്കളഞ്ഞിട്ടും അതിൻ്റെ മുകളിലൂടെ ചെരുപ്പിട്ട് അയാൾ നടന്നിട്ടും നിനക്കെന്താ വിഷമം തോന്നാഞ്ഞേ? അയാളെ എന്താ നീ തടയാഞ്ഞത്? കർത്താവേ, ഞാൻ തടഞ്ഞാൽ പിന്നെ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന വസ്ത്രമായിട്ട് ഇത് ധരിക്കാൻ പറ്റില്ല, വെറുതെ പുതച്ചോണ്ട് നടക്കാനേ പറ്റൂ. കർത്താവിനോട് പറഞ്ഞു, മോനെ, ഇതുപോലെ വേണം നിങ്ങൾ എൻ്റെ പണിക്ക് വേണ്ടി നിങ്ങളെ തന്നെ എൻ്റെ കയ്യിലേക്ക് തരുവാൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകാം,
പക്ഷേ ആ തയ്യക്കാരൻ അളവ് പിടിച്ചതുപോലെ ഞാനും ചിലപ്പോൾ നിങ്ങളിൽ എൻ്റെ അളവുകോല് പിടിക്കും, അടയാളപ്പെടുത്തും. എൻ്റെ കണക്കിന് പോരാത്തത് ഞാൻ തുന്നിച്ചേർക്കും. എൻ്റെ അളവിന് അധികമുള്ളത് ചിലത് ഞാൻ മുറിച്ചു കളയും. ആവശ്യമില്ലാത്തത് ഞാൻ പുറം കൈ കൊണ്ട് തട്ടി മാറ്റും. അതിന് ഞാൻ ഒരു വിലയും കൊടുക്കില്ല. ഇതൊക്കെ കണ്ടിട്ടും നിനക്ക് വിഷമം തോന്നാതിരുന്നതുപോലെ എന്നെ പൂർണ്ണമായും സ്വാതന്ത്ര്യത്തോടെ നിന്നെ ഒന്ന് പണിയാൻ അനുവദിച്ചതാ. ഞാൻ നിന്നെ ധരിക്കാൻ കൊള്ളാവുന്ന ഒരു വസ്ത്രം തയ്യക്കാരൻ തുന്നിയെടുക്കുന്നത് പോലെ എൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള ഒരു പാത്രമായി ഞാൻ തുന്നി നിന്നെ എടുക്കും. ഈ 2 ഉദാഹരണങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ ആത്മാവെന്നെ പഠിപ്പിച്ചത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാ. നാം ഇതിൽ ഏതുപോലെയാണ് നമ്മെ ദൈവത്തിന് സമർപ്പിച്ചിട്ടുള്ളത്? ദൈവത്തിന് നമ്മെ സ്വാതന്ത്ര്യത്തോടെ പണിയുവാൻ വിട്ടുകൊടുത്തിട്ടുണ്ടോ? Have we given ourselves to God's will and purpose that He may build us up? He may complete His will and purpose in us. അതെ, എങ്ങനെയാണ് കർത്താവിൻ്റെ വരവനെ ബന്ധപ്പെടുത്തുക? ആത്യന്തികമായും നാം നമ്മെ തന്നെ പൂർണ്ണമായും ദൈവത്തിൻ്റെ ക്രിയകൾക്കായി വിട്ടുകൊടുത്തുകൊണ്ട്. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? സ്തോത്രം. രണ്ടാമത്, കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുന്ന രണ്ടാമത്തെ ക്രിയ, അതേ അധ്യായത്തിൻ്റെ 9 വാക്യം വായിച്ചാട്ടെ. 2 പത്രോസ് 3:9. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവ് വരുവാൻ എന്തുകൊണ്ട് താമസിക്കുന്നു? ഉത്തരം, 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. കുറഞ്ഞത് 2 കാര്യങ്ങൾ. 1, ആരും നശിച്ചു പോകരുത് എന്ന് അവൻ ഇച്ഛിക്കുന്നു. 2, എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിക്കുന്നു. 3, അതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. ഇത് 3 കൂടെ എടുത്തിട്ട് ഒരു ഭാഗം നമ്മൾ ചിന്തിച്ചു. രണ്ടാമത്തെ ഭാഗം, ആരും നശിച്ചു പോകരുതെന്നും എല്ലാവർക്കും മാനസാന്തരത്തിന് അവസരമുണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇനിയും ചിലരുകൂടെ രക്ഷിക്കപ്പെടുവാൻ ബാക്കിയുണ്ട്. സ്തോത്രം. നമ്മുടെ കൂട്ടത്തിലാണല്ലോ നമ്മൾ ചിന്തിച്ചത് ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുക എന്നത്. ഓർക്കുന്നുണ്ടായിരിക്കും. കംപ്ലീഷൻ ഓഫ് ദ ഫുൾ നമ്പർ ഓഫ് ജെൻറ്റൈൽസ്, നമ്മളത് പഠിച്ചായിരുന്നു. സ്തോത്രം. ജാതികളുടെ കാലം വേറെ, ജാതികളുടെ സംഖ്യ, പൂർണ്ണസംഖ്യ വേറെ എന്ന് നമ്മൾ പഠിച്ചത് ഓർക്കുമല്ലോ. അതുപോലെ ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവാൻ കർത്താവ് കാത്തിരിക്കുകയാണ്. ചിലരുകൂടെ രക്ഷിക്കപ്പെടുവാനുണ്ട്. അത് ആരൊക്കെയാണെന്നോ എത്ര പേരാണെന്നോ നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ എന്നും കാണുന്ന നമ്മുടെ അയൽക്കാരനായിരിക്കാം.
ചിലപ്പോൾ നമ്മളെന്നും യാത്ര ചെയ്യുന്ന ഓട്ടോറിക്ഷയുടെ, ടാക്സിയുടെ ഡ്രൈവറായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ഗ്രോസറി, നമ്മുടെ പലചരക്ക് കടക്കാരനായിരിക്കാം. സ്തോത്രം. ചിലപ്പോൾ നമ്മുടെ കേബിളുകാരനോ ഇന്റർനെറ്റ് പ്രൊവൈഡറോ ഒക്കെ ആയിരിക്കാം. നമ്മളെന്നും കാണുന്ന, ചിലപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നയാൾ, നമ്മുടെ മേലോ കീഴോ ഉള്ള ജോലിക്കാർ. പക്ഷേ അവരുടെയൊക്കെ മാനസാന്തരത്തിൻ്റെ ഉത്തരവാദിത്വം, അവരോടൊക്കെ സുവിശേഷം അറിയിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നാം ഏറ്റെടുത്തിട്ടുണ്ടോ? സ്തോത്രം. ഓർക്കുക, every born again Christian is to be a missionary, and every unregenerated person is a mission field. ഈ ഒരു ചിന്താഗതി യേശുവിൻ്റെ വരവിന് കാത്തിരിക്കുന്ന ഓരോ വിശുദ്ധനും ഉണ്ടായിരിക്കണം. രക്ഷിക്കപ്പെട്ട ഓരോ ക്രിസ്തു വിശ്വാസിയും മിഷണറിമാരാണ്. ജോലി വിട്ട്, വിദ്യാഭ്യാസവും കളഞ്ഞ്, വീടും വിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകുന്ന ഒരാളും മാത്രമല്ല മിഷണറി. എവറി ബോൺ അഗെയിൻ ക്രിസ്ത്യൻ, രക്ഷിക്കപ്പെട്ട സകലരും മിഷണറിമാരാണ്. എന്തുവാ നമ്മുടെ മിഷൻ? മിഷൻ ടു ദ വേൾഡ്. ലോകത്തോടുള്ള നമ്മുടെ ദൗത്യം, നമ്മുടെ മിഷൻ എന്താണ്? ലെറ്റ് ദ വേൾഡ് നോ ഓഫ് ദ സേവിംഗ് ഗ്രേസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ രക്ഷാകരമായ കൃപയെക്കുറിച്ച് ലോകത്തെ അറിയിക്കുക. സ്തോത്രം. യേശു ഭൂമിയിൽ വന്ന കാര്യം, യേശു നമ്മുടെ പാപങ്ങളെ തൻ്റെ മേൽ ചുമന്ന കാര്യം, യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ പ്രായശ്ചിത്ത മരണം വരിച്ച വിഷയം, അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കാര്യം, ഇനിയും വേഗത്തിൽ യേശു ന്യായം വിധിക്കാനും ലോകത്തെ ഭരിക്കുവാനും മടങ്ങി വരുന്ന കാര്യം. യേശുവിൽ വിശ്വസിക്കാത്തവർ നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടുമെന്നും അവങ്കൽ വിശ്വസിക്കുന്നവർ നിത്യജീവങ്കലേക്ക് പ്രവേശിക്കുമെന്നും ഉള്ള വസ്തുത. ഈ കാര്യങ്ങൾ, സ്തോത്രം, നമ്മൾ സകലരോടും അറിയിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇത് പറയാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കേണ്ടതില്ല, സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കേണ്ടതില്ല. ഇത് രക്ഷിക്കപ്പെട്ട ഓരോരുത്തരുടെയും ദൗത്യമാണ്. സ്തോത്രം. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടല്ലോ. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഓരോ രക്ഷിക്കപ്പെട്ട വ്യക്തിയും മിഷനറിയാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെടാത്ത ഓരോ വ്യക്തിയും ഒരു മിഷൻ ഫീൽഡാണ്. സ്തോത്രം. രണ്ടാഴ്ചത്തെ അവധിയെടുത്ത് ഉത്തർപ്രദേശിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. മിഷൻ ഫീൽഡിലേക്ക് പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഛത്തീസ്ഗഡിലേക്ക്, ഒറീസയിലേക്ക്, ബീഹാറിലേക്ക് ഒരാഴ്ചത്തെ മിഷൻ ട്രിപ്പിന് പോവുകയാണെന്നും പറഞ്ഞ് പോകുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പാസ്റ്റേഴ്സും, എന്നെപ്പോലെയുള്ള പാസ്റ്റേഴ്സും പോകാറുണ്ട് വെക്കേഷൻ സമയത്തൊക്കെ മിഷൻ ഫീൽഡിലേക്ക്. അത് പൊയ്ക്കോ, അതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ അതല്ല, അയ്യോ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന, താമസിക്കുന്ന, യാത്ര ചെയ്യുന്ന, ഇടപെടുന്ന വ്യക്തികളൊക്കെ യേശുവിനെ അറിയാത്തവരായിരിക്കുമ്പോൾ മിഷൻ ഫീൽഡ് തേടി ബീഹാറിലേക്കും UP-യിലേക്കും ഛത്തീസ്ഗഡിലേക്കും പോകേണ്ട ആവശ്യമില്ലെന്നേ. ആദ്യം നമ്മുടെ
മൂക്കിന് താഴെ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവരോട് കർത്താവിനെ പറ്റി പറ. മറ്റേത് എളുപ്പമാ. സ്തോത്രം. ഞാൻ ഈ ഒരു കാര്യം ഒരിക്കൽ ഒരു ഗൾഫ് രാജ്യത്തുള്ള സഭയിൽ പറഞ്ഞപ്പം എനിക്ക് തോന്നുന്നു എന്നെ ഇനി മേലിൽ ആ സഭയിൽ കയറ്റാതിരിക്കാനുള്ള പരിപാടിയൊക്കെ അവർ ഒപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സഭാ നേതൃത്വത്തോടും അവർ പരാതി പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ മിഷൻ ഫീൽഡുകളെ സ്പോൺസർ ചെയ്യുന്നുണ്ട്, വളരെ നല്ല കാര്യം. നിങ്ങൾ വർഷത്തിലൊരിക്കൽ മക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ മിഷൻ ട്രിപ്പ് എന്നും പറഞ്ഞു പോകുന്നുണ്ട്, നല്ല കാര്യം. പലരും മിഷൻ ട്രിപ്പ് എന്നും പറഞ്ഞ് കുടുംബമായിട്ടൊക്കെ പോകുന്നത് ഒരു സെമി പിക്നിക് പോലെയാ. എന്നാൽ അതിനേക്കാളുപരി, നമ്മുടെ പണത്തേക്കാളുപരി, വർഷത്തിലൊരിക്കലെ ഒരാഴ്ചത്തെ നമ്മുടെ ഈ ട്രിപ്പിനേക്കാളുപരി കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്, സ്തോത്രം, നാം കണ്ടുമുട്ടുന്ന രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവരോട് യേശുവിനെ പറ്റി പറയുക എന്നുള്ളതാണ്. പ്രിയരെ, കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്? ഒന്നാമത്, നമ്മൾ വിശുദ്ധിയിൽ തികഞ്ഞവരായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മിൽ ദൈവം പണിയാൻ ആഗ്രഹിക്കുന്ന പണിക്ക് വേണ്ടി നമ്മൾ പൂർണ്ണമായും നമ്മെ തയ്യക്കാരൻ്റെ കയ്യിൽ തുണി കൊടുക്കുന്നത് പോലെ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ. 2, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നാശത്തിലേക്ക് നിപതിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പ്രാണനെ പോലും പരിത്യജിച്ചുകൊണ്ട് കർത്തൃവേലയിൽ ബദ്ധരായിരിക്കുമ്പോൾ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ ബൈ സോൾ വിനിങ്, ആത്മാക്കളെ നേടിക്കൊണ്ട്, ആത്മാക്കളെ നേടിക്കൊണ്ട്. സ്തോത്രം. ആരോടും കർത്താവിനെ കുറിച്ച് പറയുവാൻ നമുക്ക് അവസരങ്ങൾ ഉപയോഗിക്കാം. സ്തോത്രം. നെവർ എവർ ബി സ്പിരിച്വൽ ബാരൻസ്. ആത്മീയ വന്ധ്യതയുള്ളവരായി നാം തീരരുത്. നാം ആത്മീയ തലമുറകൾക്ക് ജന്മം കൊടുക്കുന്നവരാകണം. സ്തോത്രം. നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി? എത്ര ആത്മാക്കളെ നമ്മൾ നേടിയിട്ടുണ്ട്? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആത്മാക്കളെ നേടുവാൻ നമ്മൾ പാസ്റ്ററാകണ്ട, ബൈബിൾ സ്കൂളിൽ പഠിക്കണ്ട, സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കണ്ട. ആത്മാക്കളെ നേടുവാൻ രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനിയായാൽ മാത്രം മതി. നിങ്ങൾ ദശാംശം കൊടുത്തോളൂ, മിഷൻ ഓഫറിങ്സ് കൊടുത്തോളൂ, മിഷൻ ഫീൽഡുകൾക്ക് സ്പോൺസർഷിപ്പ് കൊടുത്തോ, ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല. അവയിലെല്ലാം ഉപരിയായി നാം ആത്മാക്കളെ നേടണം. എങ്കിൽ 2 പത്രോസ് 3:9 കർത്താവ് പറഞ്ഞ എല്ലാവർക്കും മാനസാന്തരപ്പെടുവാൻ അവസരം ലഭിക്കണമെന്ന് വെച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന ഭാഗം നിവൃത്തിയാകും. ആത്മഭാരം നമുക്കുണ്ടോ? നഷ്ടപ്പെടുന്ന ആത്മാക്കളെ കുറിച്ച് നമുക്ക് ഭാരമുണ്ടോ? നമ്മുടെ സ്വന്തം കുടുംബത്തിലില്ലേ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവർ? അവർക്ക് വേണ്ടി നാം ആത്മഭാരത്തോടെ കരയുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണോ? സ്തോത്രം. സ്തോത്രം. ഞാൻ ഇതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടാകുമല്ലോ ആൾക്കാർ രക്ഷിക്കപ്പെടണമെന്ന്. സ്തോത്രം. സത്യത്തിൽ
ദൈവസഭ വളരണമെന്നോ ആത്മാക്കൾ രക്ഷിക്കപ്പെടണമെന്നോ സാത്താന്യ രാജ്യം തകരണമെന്നോ ഉള്ള ആഗ്രഹത്തെക്കാൾ നമ്മുടെ സ്വന്തം സഭയോടുള്ള സ്വാർത്ഥമായ താല്പര്യമാണ് പലപ്പോഴും നമുക്കുള്ളത്. സ്തോത്രം. ശരിയല്ലേ? നമ്മുടെ അയലത്തെ സഭ വളരുന്നത് നമുക്കത്ര സന്തോഷകരമല്ല. അതേസമയം നമ്മുടെ സഭയിലേക്ക് ആൾക്കാർ വരണം. നമ്മൾ പലപ്പോഴും നടത്തുന്ന യോഗങ്ങളും സുവിശേഷ പ്രവർത്തനങ്ങളും ഒക്കെ അതിനു വേണ്ടിയാ. എൻ്റെ സഭയിൽ ആള് കൂടിയില്ലേലും സാരമില്ല, വല്ലവിധേനയും ആത്മാക്കൾ നിത്യജീവന്റെ പങ്കാളികളായി തീരണമെന്ന ആഗ്രഹമാണോ നമ്മെ ഭരിക്കുന്നത്? ഇനി അങ്ങനെ നമുക്ക് ആത്മാക്കൾ രക്ഷിക്കപ്പെടണമെന്നൊരാഗ്രഹം ഉണ്ടെന്നിരിക്കട്ടെ, ഉണ്ടെങ്കിൽ അതിനുവേണ്ടി വില കൊടുക്കാൻ നാം തയ്യാറാണോ? സ്തോത്രം. നാം അവരുടെ രക്ഷയ്ക്ക് വേണ്ടി വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ what is the utmost price we are ready to remit? അങ്ങനെയാണെങ്കിൽ നാം കൊടുക്കുവാൻ നമുക്ക് കഴിയുന്ന, നമുക്ക് ആഗ്രഹിക്കാമാകുന്ന ഏറ്റവും വലിയ വില എന്താണ്? The utmost price we should be willing to remit for the salvation of others. അതെനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഒന്ന് പറയുകയോ ചാറ്റ് ബോക്സിൽ ഇടുകയോ ചെയ്താൽ സ്തോത്രം. The utmost price we should be ready to pay. തെറ്റിയാലും സാരമില്ല, ഒന്ന് കൂടെ വന്നാൽ മതി. സ്തോത്രം. ഒന്നുമില്ലേ? മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കാമാകുന്ന ഏറ്റവും വലിയ വില അവർ ടൈം. നോ, നമ്മുടെ സമയമല്ല, അവർ ലൈഫ്സ്, അവർ സെൽസ് അല്ല, നമ്മെ തന്നെ, നമ്മുടെ ജീവൻ, നമ്മുടെ ജീവിതം, നമ്മുടെ സമയം എന്നൊക്കെ ഉത്തരങ്ങൾ വന്നു. അവയൊന്നുമല്ല. ഇനി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. നാം കൊടുക്കുവാൻ ആഗ്രഹിക്കാമാകുന്ന ഏറ്റവും വലിയ വില എന്ന് പറയുന്നത് ഈ പറഞ്ഞ സമയം, നമ്മുടെ ജീവൻ, നമ്മെ തന്നെ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് വല്ലതും ഉണ്ടോ നമുക്ക് വിലയേറിയതായിട്ട്? ഉണ്ട് അല്ലേ? എന്താണത്? നമ്മുടെ തന്നെ നിത്യത, അവർ ഓൺ ഇറ്റേണിറ്റി, അവർ ഓൺ സാൽവേഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ലെന്ന്. തെളിവ് തന്നാൽ വിശ്വസിക്കാതിരിക്കാൻ വകയില്ലല്ലോ. രണ്ടോ രണ്ടിലധികമോ സാക്ഷികളുടെ വചനത്താൽ ഒരു കാര്യം ഉറപ്പിക്കാമെന്നത് വചനവ്യവസ്ഥ ആയതുകൊണ്ട് 2 റെഫറൻസ് എങ്കിലും, ഒന്ന് പഴയ നിയമത്തിൽ നിന്നും ഒന്ന് പുതിയ നിയമത്തിൽ നിന്നും തരാം. പെട്ടെന്നൊന്ന് വായിച്ചോളൂ. ഒരാള് പുറപ്പാട് 32 വായിച്ചാട്ടെ, മറ്റൊരാൾ റോമർ 9:3 വായിച്ചാട്ടെ. അപ്പൊ എളുപ്പം കാര്യം നടക്കുമല്ലോ. Exodus 32 and Romans 9 verse 3. ഈ 2 വാക്യങ്ങൾ 2 പേര് വായിച്ചാട്ടെ. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ. മോശയുടെ പ്രാർത്ഥനയാ. ഇനി പൗലോസിന്റെ ആഗ്രഹവും തീരുമാനവും കൂടെ റോമർ 9:3. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു.
സ്തോത്രം. കണ്ടോ, പഴയ നിയമത്തിലെ ഏറ്റവും വലിയ മധ്യസ്ഥനായ മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ. അവർ ചെയ്ത പാപം നിമിത്തം ദൈവം അവരെ നശിപ്പിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ഇടയിലേക്ക് കയറി നിന്ന് പ്രാർത്ഥിച്ച ഉള്ളുരുകിയ പ്രാർത്ഥന. എങ്കിലും എൻ്റെ ദൈവമേ, ഈ ജനത്തിൻ്റെ പാപം നീ ക്ഷമിക്കണമേ. നീ ക്ഷമിക്കുന്നില്ലെങ്കിലോ, സ്തോത്രം, നിന്റെ പുസ്തകത്തിൽ നിന്ന്, അതേത് പുസ്തകമാ? ജീവന്റെ പുസ്തകം. സ്തോത്രം. നിന്റെ, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നീ എഴുതിയ എൻ്റെ പേര് മായ്ച്ചു കളയണമേ. സ്തോത്രം. പൗലോസ് പുതിയ നിയമം കണ്ട, അല്ല, ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷകൻ. സ്തോത്രം. തിരുവട്ടാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ആയുസ്സും ആരോഗ്യവും മാനവും അഭിമാനവും എല്ലാം ഉരിഞ്ഞു വെച്ച ത്യാഗി വര്യനായ പൗലോസ് താൻ പറയുക, ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി, എന്ന് വെച്ചാൽ ഇസ്രായേൽ ജാതിക്ക് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്താഗ്രഹിക്കാമായിരുന്നു? ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറുപെട്ട ശാപഗ്രസ്തനാകുവാൻ ആഗ്രഹിക്കാമായിരുന്നു. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇത് സാധ്യമല്ല. പക്ഷെ അത്രമാത്രം വില കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന ഇവർ രണ്ടുപേരും പറയുന്നത്. നമുക്കെപ്പോഴെങ്കിലും ഇത്രമാത്രം താല്പര്യം നശിച്ചു പോകുന്നവരുടെ രക്ഷയിൽ തോന്നിയിട്ടുണ്ടോ? സ്വന്തം കുടുംബാംഗങ്ങളുടെയെങ്കിലും രക്ഷയ്ക്ക് വേണ്ടി, കർത്താവേ, ഇവരില്ലാത്ത ഒരു സ്വർഗം എനിക്ക് വേണ്ടെന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സ്തോത്രം. ഇംഗ്ലീഷിലെ പ്രയോഗമുണ്ടോ? ഐ വെയർ എന്ന. ഐ വെയറിന്റെ ഗ്രാമാറ്റിക്കൽ യൂസേജ് നിങ്ങൾക്കറിയാമായിരിക്കും. മലയാളത്തിൽ ആഗ്രഹിക്കാമായിരുന്നു. ആ വില കർത്താവ് സ്വീകരിക്കത്തില്ല. പക്ഷേ അപ്പോഴും നമുക്ക് ആഗ്രഹിക്കാം, ദൈവത്തോട് പറയാം, അത്ര തീവ്രമായ താല്പര്യം നശിച്ചു പോകുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്കുണ്ടാകണം. സ്തോത്രം. കർത്താവിന്റെ വരവിനായിട്ടുള്ള ഒരുക്കത്തിൽപ്പെട്ടതാണ് സുവിശേഷീകരണം. If we are not evangelizing, then we are delaying the coming of the Lord. We are not getting prepared for his coming. നാം സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വരവിനെ നമ്മൾ താമസിപ്പിക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞൊരു ദിവസം ഞാൻ ഒരു കല്യാണത്തിന് പോയി. ഇവിടെ നിന്ന് 5-6 മണിക്കൂർ യാത്രയുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, എനിക്കവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവരുടെ കൂടെ ആ സന്തോഷത്തിൽ പങ്കുചേരുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ലഭിച്ച ഒരു വണ്ടി സൗകര്യത്തിന് 11 മണിക്കാണ് കല്യാണം തുടങ്ങാൻ പറഞ്ഞിരുന്നത്. ഞാനൊരു 11:30 കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ എത്തി. ഈ കല്യാണ ചെറുക്കനാണ് കല്യാണ ഡ്രസ്സിൽ എന്നെ ഹോട്ടലിന്റെ മുറ്റത്ത് വന്ന് സ്വീകരിച്ചത്. തുടങ്ങിയില്ലേ, പെണ്ണ് ഇതുവരെ എത്തിയില്ല എന്ന് പറഞ്ഞു. പെണ്ണ് ഇതുവരെ എത്തിയില്ല. 11 മണിക്ക് തുടങ്ങേണ്ട കല്യാണം 12 തുടങ്ങിയില്ല. ഒരു 12:15 ആയപ്പോൾ ചിലർ പറഞ്ഞു, അധ്യക്ഷൻ പാസ്റ്ററോട്, നിങ്ങൾ പ്രാർത്ഥിച്ചങ്ങ് തുടങ്ങാൻ. ഇത് കേട്ട് പാസ്റ്റർ പ്രാർത്ഥിച്ച് തുടങ്ങി. പാട്ടുകാരോട് പറഞ്ഞു പാട്ട് പാടാൻ. ചെറുക്കൻ വാതിക്കെ വന്ന് നിൽക്കുക. അപ്പോഴും പെണ്ണെത്തിയിട്ടില്ല.
പാവം പാട്ട് പാടുന്നവര് 8-10 പ്രാവശ്യം ആ പാട്ട് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ബ്രൈഡൽ മാർച്ചിന് വേണ്ടി പാടിയതാ. നിന്ന് കുഴഞ്ഞു. സ്തോത്രം. ഇതുപോലെ മണവാളന്റെ വരവിനെ നമ്മൾ താമസിപ്പിക്കുകയാണ് സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ. എന്നാൽ നാം സുവിശേഷം അറിയിച്ച് ആത്മാക്കളെ നേടുകയാണോ, കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുകയാണ്. നമ്മുടെ സമയം തീർന്നിരിക്കുന്നു. സ്തോത്രം. എങ്ങനെ കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്താം? അതിൽ ഒരു കാര്യം കൂടെ പറയുന്നു, വിശദീകരിക്കുന്നില്ല. ബൈ ഇൻസിസ്റ്റിംഗ് ഗാഡ് ഇൻ പ്രയർ. ബൈ ഇൻസിസ്റ്റിംഗ് ഗാഡ് ഇൻ പ്രയർ. സ്തോത്രം. കർത്താവിൻ്റെ വരവിനായിട്ട് പ്രാർത്ഥിച്ച് കർത്താവിനെ ബന്ധപ്പെടുത്താം. സഭയുടെ മാതൃകയാണ് വെളിപ്പാട് 22:20. ആമേൻ, കർത്താവായ യേശുവേ വരയണമേ എന്നുള്ള പ്രാർത്ഥന. നമ്മൾ എത്ര പേർ കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട്? കർത്താവേ, പാപം പെരുകുന്ന ലോകത്തിൽ അങ്ങ് വരണമേ. പക്ഷെ നമ്മൾ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, കർത്താവ് അങ്ങ് വന്നിരുന്നെങ്കിൽ. എപ്പോഴാ? കഷ്ടത കൂടുമ്പോൾ, അസഹനീയമായ ജീവിതം വരുമ്പം, ഇങ്ങ് വന്നാ മതിയായിരുന്നു. കർത്താവിനോട് കൂടെ പോകാനുള്ള താല്പര്യം കൊണ്ടല്ല, ഇവിടുത്തെ പ്രയാസം കൊണ്ടാ. അങ്ങനെയുള്ളവരെ തമ്പുരാന് വേണ്ടെന്നേ. ഇവിടെ സകല സുഖ സൗകര്യങ്ങളും നൽകപ്പെടുമ്പോഴും, ഇവിടെ നമ്മെ സ്നേഹിക്കാൻ ആളുള്ളപ്പോൾ, മാനിക്കുവാൻ ആളുള്ളപ്പോൾ, ഇവിടെ നമുക്ക് പല നന്മകളും ലഭിക്കുമ്പോഴും, വേണ്ട, ഇവയേക്കാൾ അധികമായി എന്നെ പ്രിയപ്പെടുന്ന കർത്താവിൻ്റെ സന്നിധിയോടുള്ള ദാഹവും വാഞ്ചയും എന്നെ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുക്കണം. സ്തോത്രം. അങ്ങനെ വരുമ്പോഴാണ് നാഥ വേഗം വരണമേ എന്ന് കർത്താവിനോട് ആത്മാർത്ഥമായി പറയുന്നത്. കഷ്ടത പെരുകുമ്പോൾ മാത്രമല്ല, വേദനയും രോഗവും പെരുകുമ്പോൾ മാത്രമല്ല, എല്ലാം അനുകൂലമായിരിക്കുന്ന സന്ദർഭത്തിലും നമ്മുടെ കർത്താവിനെ ആദ്യ സ്നേഹമായി നാം കാണുന്നുണ്ടെങ്കിൽ കർത്താവിനോട് നാം പ്രാർത്ഥിച്ചു പറയും, വേഗം വരേണമേ. ഭക്തന്മാരൊക്കെ അതുകൊണ്ടാ പാട്ടുപാടിയിട്ടുള്ളത്. സ്തോത്രം. കർത്താവേ, വരുവാൻ എന്താണ് താമസം? ഇന്നലെയും ഞാൻ കിടന്നുറങ്ങിയപ്പോൾ അങ്ങ് വരുമെന്നാണ് പ്രതീക്ഷിച്ചത്, ആഗ്രഹിച്ചത്, വന്നില്ല. എന്താ കർത്താവേ വരാഞ്ഞത്? സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയാലും നമ്മുടെ കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്താം. കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചത്. സ്തോത്രം. അവൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുക. എങ്ങനെ? 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, ദൈവത്തിന് നമ്മിൽ പൂർണ്ണമായും ദൈവ ഇഷ്ടപ്രകാരം നമ്മെ പണിതെടുക്കുവാൻ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട്. 2, ആത്മാക്കളെ നേടിക്കൊണ്ട്. 3, പ്രാർത്ഥനയിൽ കർത്താവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട്. സ്തോത്രം. ആകയാൽ ഇന്ന് രാത്രി നമ്മുടെ കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്കൊരുങ്ങാം. കർത്താവിൻ്റെ വരവിനെ നമുക്ക് ബന്ധപ്പെടുത്താം. സ്തോത്രം. നമ്മുടെ കർത്താവ് വരാറായിരിക്കയാൽ നാം കൈവിടപ്പെട്ടു പോയി എന്ന് വരാതിരിക്കേണ്ടതിന് പൂർണ്ണമായും ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ 9ാം ദിവസം രാത്രിയിലും ദൈവദാസനിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ, തൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ വിശദീകരിപ്പാൻ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യാം. എങ്ങനെ കർത്താവിനെ ബന്ധപ്പെടുത്താം? വിശുദ്ധിയിൽ നാം വളരുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച്, കർത്താവെ എന്നെ പണിയണമേ, ദൈവത്തിന്റെ പണി നമ്മളിൽ പൂർത്തീകരിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നാം കർത്താവിനെ ബന്ധപ്പെടും. രണ്ടാമതായിട്ട് ദേവദാസനിൽ നാം കേട്ടു,
ഓരോ രക്ഷിക്കപ്പെട്ട ദൈവബദലിന്റെയും ഉത്തരവാദിത്വമാണ് മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുക. ആത്മാക്കളെ നേടുന്നതിലൂടെ നാം കർത്താവിനെ ബന്ധപ്പെടും. മൂന്നാമതായിട്ട് നാം കേട്ടത് പ്രാർത്ഥനയിൽ, ബൈ ഇൻസിസ്റ്റിംഗ് ഗോഡ് ഇൻ പ്രയർ. നമുക്ക് ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ എനിക്ക് അതിനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം.